ഓക്കെ. ബോണറ്റ് ആരാ അടച്ചത്? ഞാനല്ല. കാറ്റത്ത് വല്ല അടഞ്ഞതാണോ? കാറ്റത്തണയൻ കിരൺ ഇത് കെയർലെസ് ആയിട്ടാണോ തുറന്നു വെച്ചേ? എല്ലാം ടെൻഷനിടയിലും ഞാനിത് എന്താ ചെയ്തെന്ന് അറിയില്ല. ഇല്ല, ഇതങ്ങനെ കാറ്റ് തടഞ്ഞൊന്നുമല്ല. ഇതാരോ വന്നടച്ചതാ. ആര്? ആരവ് ഇവിടെ വന്നോ? അവനിവിടെ വന്ന പോലെ എനിക്ക് തോന്നുന്നു. ആരോ വന്നെങ്കിൽ അവൻ എവിടെ? ആരവ്, ആരവ്, ആരവേ, ആരവ്, ആരവ്. ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്റെ കൂട്ടുകാരെ. വൃന്ദേ, ഞാൻ നിങ്ങളുടെ വണ്ടി ശരിയാക്കിയിട്ടുണ്ട്. ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കി, ഇപ്പൊ എല്ലാം ശരിയാവും. കിരൺ, നീ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കി. ഇത് സ്റ്റാർട്ട് ആവില്ലല്ലോ. എടാ, വൺ ലാസ്റ്റ് അറ്റംപ്റ്റ്. നീ സ്റ്റാർട്ടാക്ക്. വെറുതെ നോക്കാം, പ്രയോജനമൊന്നും ഉണ്ടാവില്ല. ചെല്ല. വണ്ടി ശരിയാക്കിയപ്പോ ഭയങ്കര വിശപ്പ്. ഇതിരിക്കട്ടെ. കിരണേ, പെട്ടെന്ന് പോ. അയ്യോ, പോലെ പോലെ പോലെ. എന്റെ സ്നാക്സ് അതെവിടെ? അത് പോട്ടടി. കിരണേ, നീ പെട്ടെന്ന് വണ്ടി എടുക്ക. പോട്ടെ. മേഡം എന്നെ വിളിച്ചായിരുന്നോ? ഗേറ്റ് പൂട്ടിയോ? 9 മണിക്ക് തന്നെ പൂട്ടി മാഡം. ഗേറ്റിന്റെ കീ എവിടെ? എന്റെ കയ്യിലുണ്ട്. ഗേറ്റ് പൂട്ടിക്കഴിഞ്ഞ സ്ഥിതിക്ക് കീ അമ്പിളി സൂക്ഷിക്കണ്ട. അതിങ്ങ് തന്നേക്ക്. താക്കോൽ ഇവിടെ ഇരിക്കട്ടെ. അമ്പിളി പൊയ്ക്കോ. മാഡം, 5 സുന്ദരികൾ പുറത്തു പോയിട്ട് ഇതുവരെ മടങ്ങിയെത്തിയിട്ടില്ല. അവരെ മാഡം വിളിച്ചായിരുന്നോ? ലേറ്റ് കമേഴ്സിനെ വിളിക്കുന്ന പതിവ് എനിക്കില്ലല്ലോ. അവരെവിടെയാ പോകുന്നേന്ന് അമ്പിളിയോട് പറഞ്ഞായിരുന്നോ? ഞാൻ ചോദിച്ചായിരുന്നു. അവര് പോകുന്ന സ്ഥലം പറഞ്ഞില്ല. ലേറ്റ് ആകുമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. കുറച്ചുനാൾ അവരെ കൊണ്ട് തലവേദന ഇല്ലാതിരിക്കുകയായിരുന്നു. 5 എണ്ണവും വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങ് വരട്ടെ. അവര് വന്നാൽ എന്തു പറയണം? 9 മണിക്ക് ശേഷം ആര് വന്നാലും എന്താണ് പറയേണ്ടതെന്ന് അമ്പിളിയോട് പറഞ്ഞിട്ടുള്ളതല്ലേ. അക്കാര്യം എപ്പോഴും പറയേണ്ടതില്ലല്ലോ. ഞാനറിയാതെ 9 മണിക്ക് ശേഷം അമ്പിളി ഇവിടെ ചില കുട്ടികൾക്ക് ഗേറ്റ് തുറന്നു കൊടുക്കാറുണ്ടെന്ന് ഞാൻ കേട്ടു. അതിനി നടക്കില്ല. എല്ലാ ദിവസവും 9 മണിക്ക് ഗേറ്റ് പൂട്ടിക്കഴിഞ്ഞാൽ താക്കോൽ ഇവിടെ കൊണ്ടുവയ്ക്കണം. 9 മണിക്ക് ശേഷം ഗേറ്റ് തുറക്കുന്ന കാര്യം ഞാൻ തീരുമാനിച്ചോളാം. ഞാൻ അങ്ങനെയൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല മാഡം. മാഡത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ. അതെന്തോ ആവട്ടെ. ഇനി മുതൽ ഇവിടെ ഇങ്ങനെ മതി. അമ്പിളി വയ്ക്കൂ. ശരി മാഡം. പിള്ളേരുടെ കയ്യിൽ നിന്ന് വല്ലപ്പോഴും കിട്ടുന്ന പോക്കറ്റ് മണി ഇല്ലാതാക്കിയല്ലോ. ഇതൊക്കെ ഇവരോട് പറഞ്ഞു കൊടുക്കുന്നത് ആരായിരിക്കും? ആ മന്ദാകിനിയായിരിക്കും. അഞ്ചു പേരും ഇങ്ങ് വരട്ടെ. ഞാനറിയാതെ അവർക്ക് ഇവിടെ കയറാനാവില്ല. ഗേറ്റ് ലോക്ക് ചെയ്ത് അമ്പിളിച്ച് ഉറക്കമായോ? ടൈം 10 മണിയായി. ഇനി ഗേറ്റ് തുറക്കുന്ന കാര്യം സംശയവാ. ഇങ്ങനെ അകത്ത് കയറും മതിൽ ചാടേണ്ടി വരുമോ? വണ്ടി ഗേറ്റിന് മുന്നിലിട്ട് മതിൽ ചാടാൻ പറ്റില്ലല്ലോ. വണ്ടി മറ്റെവിടെങ്കിലും പാർക്ക് ചെയ്താ അന്നത്തെ പോലെ പോലീസ് പൊക്കും. കിരൺ, നമുക്ക് ഗേറ്റ് വഴി തന്നെ അകത്ത് കയറാം. അമ്പിളി ചേച്ചിയോട് കാര്യം പറഞ്ഞു നോക്കാം. നീ ഹോൺ അടിക്ക്. ഈ സമയത്ത് ഇതാരാ?
അമ്പിളി ചേച്ചി വന്നു. ചേച്ചി ഗേറ്റ് ഒന്ന് തുറക്കാവോ? ഗേറ്റ് തുറക്കേണ്ട സമയം കഴിഞ്ഞില്ലേ? അതെ, ഞങ്ങള് വണ്ടി കേടായി വഴി കിടന്നുപോയി, അതുകൊണ്ടാ. മാം അറിയണ്ട, ചേച്ചി ഗേറ്റ് ഒന്ന് തുറന്നതാ, ഞങ്ങൾ മാമിനോട് പറയില്ല. എനിക്ക് ഗേറ്റ് തുറക്കാൻ പറ്റില്ല. താക്കോൽ ഞങ്ങളുടെ തന്നാ മതി, ഞങ്ങൾ തുറന്നോളാം. താക്കോൽ എന്റെ ഇല്ല. താക്കോൽ എവിടെ? താക്കോല് മേഡം വാങ്ങി വെച്ചിരിക്കുക. മേഡം അറിയാതെ ഇനി ഗേറ്റ് തുറക്കാനാവില്ല. അങ്ങനെ ഒരു പതിവില്ലായിരുന്നല്ലോ, ഇന്നെന്താ ഇങ്ങനെ? എനിക്കറിയില്ല. നിങ്ങൾക്ക് ഗേറ്റ് തുറന്ന് കിട്ടണമെങ്കിൽ നിങ്ങൾ മേഡത്തെ വിളിച്ച് ചോദിക്ക്. മേഡം താക്കോല് തന്നാ ഞാൻ ഗേറ്റ് തുറന്നു തരാം. അല്ലെങ്കിൽ രാത്രി മുഴുവൻ നിങ്ങൾ ഇവിടെ നിൽക്കേണ്ടി വരും. പണിയായല്ലോ. ഇനി മതില് ചാടിയ പ്രശ്നമോ? കിരണേ, നീ മാമിനൊന്ന് വിളിക്ക്. വാ. കോൾ എടുക്കുന്നില്ല. ഫോൺ സൈലന്റിലായിരിക്കും. നീ മാമിനൊരു മെസ്സേജ് അയക്ക്. മാം, ഞങ്ങൾ ഗേറ്റിന് പുറത്ത് നിൽക്കുക. ഗേറ്റ് ഒന്ന് തുറന്നു തരാൻ അമ്പിളി ചേച്ചിയോട് ഒന്ന് പറയണം. പ്ലീസ് പ്ലീസ് മാം. മാം മെസ്സേജ് കണ്ടോ? കണ്ടില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം. വാ, കയറിയിരിക്കാം. എന്താ കിരണേ, മാം മെസ്സേജ് കണ്ടോ? മാം മെസ്സേജും കാണുന്നില്ല, കോളും എടുക്കുന്നില്ല. ഇത് ഇന്ന് രാത്രി നമ്മളെ പുറത്ത് നിർത്താൻ മാം തീരുമാനിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് മാം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തത്. അയ്യോ, അപ്പൊ ഇന്ന് ഗേറ്റ് തുറക്കൂലേ? ടെൻഷനായല്ലോ. നിങ്ങളാരും ഇതുവരെ അകത്ത് കയറിയില്ലേ? ഹോ, ഗേറ്റ് തുറന്നില്ലല്ലേ? സമയം കഴിഞ്ഞു അതല്ലേ? നിങ്ങൾ ടെൻഷൻ ആവണ്ട. ഗേറ്റ് തുറക്കാൻ താക്കോല് കിട്ടിയാ പോരെ? ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ഇപ്പൊ ശരിയാക്കി തരാം.